ഹലോ, വാച്ച് വിത്ത് അഞ്ജലിയായിട്ടുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മൈസൂർ പാലസിലെ വിശേഷങ്ങൾ കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായാലും നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ സൈഡിലൊക്കെ കുഞ്ഞ് കുഞ്ഞ് ഓരോ കടകളൊക്കെ ആയിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ കാണാനും വീശാരി അങ്ങനത്തെ ഓരോന്നും. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 150 രൂപ, മുതിർന്നവർക്ക് 150 രൂപയാണ് കേട്ടോ ചാർജ് ഈടാക്കുന്നത് പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് വിസിറ്റിംഗ് ടൈം, എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറിയ വശം തന്നെ നമ്മുടെ ബാഗുകൾ ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാലസിൻ്റെ ഉള്ളിലോട്ടേക്ക് നമ്മൾ പോവുക. അപ്പോൾ പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഗാർഡൻസും പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് നമുക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മനോഹരമായ പിക്സും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്ത് നിൽക്കുകയാണ്. നമ്മൾ പാലസിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെരുപ്പ് ഇടാനായിട്ട് അവിടെ ഒരു സൈഡ് ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കാം. ചിലവർ പൈസ ചോദിക്കുന്നുണ്ട്, കാപ്പി കാശായിട്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാനവിടെ തിരക്ക് കാരണം ഞാൻ സൈഡിലോട്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പം നമുക്ക് ചെരുപ്പൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ പാലസിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ വീണ്ടും ഒരു സ്കാനിങ്ങും ഉണ്ട്. നമ്മുടെ ഹാൻഡ് ബാഗ്സ് കാര്യങ്ങളൊക്കെ വീണ്ടും സ്കാൻ ചെയ്യാനായിട്ട് ഉള്ളിലോട്ട് കൊടുക്കണം. അപ്പോൾ നല്ലതായിട്ടുള്ള നമുക്ക് നല്ല സെക്യൂരിറ്റി ഉറപ്പ് വരുത്തിയിട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ അതാ നമ്മൾ വളരെ സൈലൻ്റായിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ശരിക്കും മുകളിലത്തെ സീലിംഗ് ഒക്കെ നല്ല എന്താ പറയുക, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വർക്കും പെയിൻറ്റിങ്സും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കയറി വരുന്ന അവിടുത്തെ ഒരു കൊമ്പയിൽ തൊട്ടി. അപ്പോൾ നമ്മുടെ മൈസൂർ പാലസ് ആദ്യം മരം കൊണ്ട് ഉണ്ടായിരുന്നതായിരുന്നു അത്ര, പിന്നെ ഒരു തീപിടുത്തത്തിന് ശേഷമാണ് അന്നത്തെ രാജാക്കന്മാർ ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള നമുക്കൊരു പാലസ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ വളരെ മനോഹരമായിട്ടുള്ള പണ്ടത്തെ പിന്നെ ദസറയ്ക്ക് ഉപയോഗിക്കുന്ന രഥങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് തന്നെ വരുമ്പോൾ നമുക്ക് ഓരോരോ ഗ്ലാസ്സിലായിട്ട് അവർ മനോഹരമായിട്ട് വെച്ചിരിക്കുന്നത്. വലിയ വലിയ തൂണുകളും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളൊരു 5-6 സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു വലിയൊരു മുറ്റം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു കോട്ടയാടാണ്. അത് നമുക്കവിടെ കാണാൻ പറ്റും. നമ്മളൊരു 4-5 സ്റ്റെപ്പ് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, പണ്ടത്തെ ടൈപ്പ് ടൈലുകളൊക്കെയാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ 13 വർഷങ്ങളൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പെയിൻറ്റിങ്സ്, വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെയാണ് കേട്ടോ. അന്നത്തെ രാജാക്കന്മാർ അന്നത്തെ ഉത്സവത്തിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെയാണ് വോളുള്ളത്. ഇതൊരു നമ്മളെന്താ പറയുക, കല്യാണ മണ്ഡപമാണ്. നല്ല ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസ്സുകൾ കൊണ്ടൊക്കെയുള്ള ഒരു 8 മുഖങ്ങളുള്ള ഒരു ഹോളാണ് അവിടെ കണ്ട. പെയിൻറ്റിങ്സ് ഒക്കെ എന്ന് വെച്ചാൽ പണ്ടത്തെ ഉത്സവത്തിനൊക്കെ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പെയിൻറ്റിങ്സ് ആണ് കേട്ടോ വോളിലൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ടൈലുകൾ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പണ്ടത്തെ ക്ലേ മോഡൽ കൊണ്ടുള്ള, ഈ ടൈലിന് ഒരു പേരുണ്ട്, എനിക്കത് അറിയത്തില്ല. ഫുൾ ഏരിയ അങ്ങനത്തെ ക്ലേ കൊണ്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങളോട് കൂടിയിട്ടുള്ള ടൈലുകളാണ്. പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ തൂണുകളും മനോഹരമായ പെയിൻറ്റിങ്സും ഗോൾഡൻ പെയിൻറ്റിങ്സും ഉണ്ട് കേട്ടോ ആ തൂണുകൾക്കൊക്കെ. പിന്നെ മരങ്ങൾ കൊണ്ടുള്ള വാതിലിലെ കൊത്തുപണി വളരെ മനോഹരമാണ്. ഞങ്ങളുടെ തറവാട്ടിലും അത് എൻ്റെ അച്ചാച്ചനൊക്കെ ഇങ്ങനത്തെ കൊത്തുപണിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോരോ രാജാക്കന്മാരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് പണ്ടത്തെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ കൊണ്ടൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണുകളാണ് അവിടെ കണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ഒരു റൂമിലേക്ക് പോകുമ്പോൾ പണ്ടത്തെ രാജാക്കന്മാർ രാജ്ഞിമാരുടെ ഒക്കെ പെയിൻറ്റിങ്സ് ആണ് ആ ഹോളിൽ ഫുള്ളുള്ളത്. ഇതിൽ അത്ഭുതമെന്ന് പറയാൻ 2 പിക്ചേഴ്സ് ഉണ്ട്. നമ്മുടെ രാജാ രവിവർമ്മയുടെ 2 അമൂല്യമായ പിക്ചേഴ്സും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെയൊക്കെയുള്ള അന്നത്തെ രാജാക്കന്മാരുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള പിക്ചേഴ്സാണ് ഈ ഹാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും അവിടെ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അവിടെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ട്, പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. വലിയ വലിയ ഫോട്ടോ ഫ്രെയിംസൊക്കെയാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ വലിയ ഒരാൾക്കടുത്തുള്ള ഹൈറ്റിലുള്ള ഫോട്ടോ ഫ്രെയിംസൊക്കെയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റൂമിലേക്ക് പോകുമ്പോൾ ഈ മരങ്ങളെല്ലാം ചന്ദനം കൊണ്ടുള്ളതാണ് കേട്ടോ. ചന്ദന പിന്നെ മറ്റേതൊക്കെ ഒരു സിൽവറിൻ്റെ ബോക്സുകളാണ്. ഇതെന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കാനും അല്ലെങ്കിൽ വല്ല കത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബോക്സിൽ വെച്ചിട്ടാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങുക, 8 ഷേപ്പാണല്ലോ, അപ്പോൾ നമ്മൾ ഇറങ്ങുക ഇവിടേക്ക് തന്നെയാണ്. അതിനുശേഷം നമ്മളിതാ പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത്. എല്ലാ ആൾക്കാരും വീഡിയോസ് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, അത് നമുക്കൊരു സന്തോഷം തന്നെ. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഈ കോട്ടയാടെന്ന് പറയുന്നത് എന്താ പറയുക, ഇവിടുത്തെ രാജാക്കന്മാർക്കൊക്കെ ഗുസ്തിയൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ദസറ സമയത്ത് ഈ ഒരു മുറ്റത്ത് ഗുസ്തി മത്സരം നടക്കുമെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. ശരിക്കും പറയാന്ന് വെച്ചാൽ എന്തായിരിക്കും അല്ലേ, ഗുസ്തി മത്സരമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഇവിടെ മാത്രമാണ് കാണാൻ
പറ്റുള്ളൂ. മുകളിലത്തെ റൂംസ് എന്നൊക്കെ ജനലിൽ കൂടെയൊക്കെ താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് പ്രത്യേകതയാണല്ലേ. ഇതിൻ്റെ മുകളിലൊക്കെ എത്ര റൂമുകളുണ്ടെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ആർക്കും ടൂറിസ്റ്റുകൾക്ക് ആർക്കും അങ്ങനെ മുകളിലേക്കൊന്നും കയറി നോക്കാനൊന്നും പറ്റത്തില്ല. അത് കഴിഞ്ഞ് വരുമ്പോൾ അഗെയിൻ കണ്ടില്ലോ, എല്ലാ വാതിലുകളും നല്ല മനോഹരമായിട്ടുള്ള കൊത്ത് വർക്കുകളോടെയാണ് ഡോർസ് ഫുള്ളും സെറ്റ് ചെയ്ത് നല്ല പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിലത്തെ റൂഫ്, താഴത്തെ സൈഡിലത്തെ ടൈലുകളൊക്കെ പീക്കോക്കിൻ്റെ ടൈലാണ് സൈഡിലൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അന്നത്തെ ഓരോ ദസറ സമയത്ത് നടക്കുന്ന ഓരോ ഫങ്ഷൻസിൻ്റെ പെയിൻറ്റിങ്സ്, ഹാൻഡ് പെയിൻറ്റിങ്സ് ആണ് ആ വോളിൽ ചെയ്ത് വെച്ചിരിക്കണേ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആ ഹോളിലൊക്കെ കയറി നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതൊരു കൊമ്പനാനയുടെ ആണ്. പണ്ടത്തെ രാജാക്കന്മാർ വേട്ടയാടി കൊണ്ടുവന്ന അന്നത്തെ കൊമ്പനാനേനെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കണത്. ഇതൊക്കെ കാണുന്നത് ഒറിജിനൽ പീരങ്കിയാണ് കേട്ടോ. പണ്ടത്തെയൊക്കെ ഓരോ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്ത് പിന്നെ ഇപ്പോൾ ദസറ സമയത്ത് ആ പീരങ്കി യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ കേട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോകുമ്പോൾ അവിടെ മനോഹരമായ ഗ്ലാസ്സുകൾ, പിന്നെ ഡ്രസ്സിങ് ടേബിൾസ് പോലെയൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അഗെയിൻ ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ നല്ല ഒരു എന്താ പറയുക, ഒരു ബ്ലൂ കളർ പെയിൻറ്റിങ്സും വലിയ വലിയ തൂണുകളാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഒരു ഹാൾ എന്ന് പറയുന്ന ഒരു കല്യാണ മണ്ഡപം പോലെ നല്ല എന്താ പറയുക സ്വർണ്ണ പെയിൻറ്റിങ് ആണ്. നമ്മൾ ഞെട്ടിപ്പോയി, എന്ത് രസമാണെന്നറിയോ. ഏതൊക്കെയോ മൂവീസ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അന്ന് രാജാക്കന്മാരുടെ ഒക്കെ സ്പെഷ്യൽ ഒക്കേഷൻ മീറ്റിങ്ങുകളൊക്കെ അവിടെയാണ് കൂടുക അത്ര. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന വിശേഷങ്ങൾ കേട്ടോ.